ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നുണ്ട് പി വി അൻവറിന്റെ നീക്കങ്ങൾ. അത് ഓരോന്നും നിർണായകമാണ് താനും. കാരണം പി ശശിയെ മാത്രമാണോ പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പാർട്ടി ഇതിന് നിജസ്ഥിതി കണ്ടെത്തണം എന്നുള്ള ആവശ്യം താഴെത്തട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ച പശ്ചാത്തലമാണ്. 2 മാസത്തോളം ഇനിയും CPM-ന്റെ സമ്മേളന കാലമാണ്. അവിടെ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ ബ്രാഞ്ചുകളിൽ ഇത് കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. എന്താണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്നത്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പാർട്ടി ഏത് തലത്തിലെത്തും എന്നുള്ളത്, തുടർ ഭരണം എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇനി കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിൽ പോലീസിനെ നിയന്ത്രിക്കണം എന്ന പ്രധാനപ്പെട്ട വിവരം ഉയർന്നു വരുന്നു. ഉദ്യോഗസ്ഥർ സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ അനധികൃതമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം കൂടി പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഉയരുന്നുണ്ട്. CV അനുമോദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇന്നലെ പാർട്ടി സെക്രട്ടറിയെ കണ്ട് പി വി അൻവർ സമാനമായ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വിചാരിച്ചത് പി വി അൻവർ ഒന്ന് അടങ്ങി എന്നാണ്, പക്ഷേ ഒട്ടും അടങ്ങുന്നില്ല. താൻ ഇനിയും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി വീട്ടിൽ നിന്നാണോ മുഖ്യമന്ത്രി ആയതെന്ന് ചോദ്യമുണ്ടാകുന്നു. പാർട്ടിയല്ലേ മുഖ്യമന്ത്രിയാക്കിയത്? അപ്പോൾ പാർട്ടിയുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. നിരവധി കാരണങ്ങൾ കൊണ്ട് പാർട്ടിക്ക് പി വി അൻവറിനെ തള്ളിക്കളയാനുമാവില്ല. പിന്നീട് പി വി അൻവറുമായി സംസാരിക്കാൻ സാധിച്ചോ? അദ്ദേഹം ഇനിയും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ പാർട്ടി സെക്രട്ടറിയെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകൂടി ഒന്ന് പി വി അൻവർ അടങ്ങാനുള്ള സാഹചര്യമുണ്ടോ? അതോ കൂടുതൽ തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണോ ആകാംക്ഷയോടെ? അനുമോദ്, രഞ്ജിത്ത്, പി വി അൻവർ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് നൽകിയ ഉറപ്പുകൾ അത് എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്ന ഒരു നീക്കമായിരിക്കാം ഉണ്ടാവുക. 1 മാസമാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ, വളരെ ഗൗരവമുള്ള ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവ് സഹിതം അദ്ദേഹം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിയും കൈമാറിയെന്നാണ് അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിയെ പൂർണ്ണമായിട്ടും അൻവറിന് പിണക്കുവാൻ കഴിയില്ല. പാർട്ടിയെ പൂർണ്ണമായിട്ടും അനുസരിക്കാതിരിക്കാനും സാധിക്കില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ അൻവറിനെ സമീപിക്കാനും കഴിയില്ല. അൻവറിനെ സംബന്ധിച്ച് തുടങ്ങി വെച്ച പോരാട്ടം അത് ഇപ്പോഴും തുടരുകയാണ്. അതിൽ തനിക്ക് സമീപിക്കാൻ കഴിയുന്ന 2 ഘടകങ്ങൾ, ഒന്ന് സർക്കാരിൻ്റെ, ഒന്ന് പാർട്ടിയുടെ. അതിൻ്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൽ തന്നെ തനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് നടപടി എന്നതിലേക്കുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ എന്തായിരിക്കാം ഈ അൻവറിന് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് ആഭ്യന്തര വകുപ്പിനെ പോലും മുഖ്യമന്ത്രിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം തീർത്ത് അൻവർ ഇപ്പോഴും ഈ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പാർട്ടി അദ്ദേഹത്തിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം അൻവറിനൊപ്പമുണ്ട് എന്ന സൂചന നൽകുന്നതാണ്. പാർട്ടിയിൽ അംഗങ്ങൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് താൻ പറയുന്നതെന്ന് അൻവർ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അൻവറിന് ലഭിക്കുന്ന പിന്തുണയും വളരെ ശ്രദ്ധേയമാണ്. അതായത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് അൻവറിൻ്റെ സ്വാധീനമുണ്ട്. പാർട്ടിയിൽ സാധാരണ പി വി അൻവറിനെ എതിർക്കുന്ന, നിശിതമായി വിമർശിക്കുന്നവർ പോലും അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അൻവറിനൊപ്പം നിന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പൊതുജന സ്വീകാര്യതയുള്ള, ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിനെ പെട്ടെന്ന് വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് അൻവർ ആണെങ്കിലും തനിക്ക് പറയാനുള്ളത്, തനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന ഒരു തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ആദ്യ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള അൻവറിൻ്റെ പ്രതികരണവും പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണവും. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അല്പം പ്രതിരോധത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചതെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട്. അതായത് പാർട്ടി അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു, അത് വിശ്വസിക്കുന്നു എന്ന ഒരു തോന്നൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ പ്രതിഫലിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇനി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. പലപ്പോഴും പാർട്ടിയെ സംബന്ധിച്ച് അൻവർ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. അൻവറിനെ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ അൻവറിനെ പോലെ ഉള്ള ഒരാളുടെ സാന്നിധ്യം ആ നിലമ്പൂർ മേഖലയിൽ പാർട്ടിയെ എത്രമാത്രം
ശക്തിപ്പെടുത്തുന്നതാണെന്ന്. അത് അൻവർ മാത്രം ഒരു വ്യക്തി എന്ന നിലയിലല്ല, മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ സ്വതന്ത്ര MLA-മാരെല്ലാം ഒരേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ അത് അവരെ കേട്ട് അവരെ മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എടുത്തുചാടി അത്തരത്തിൽ ഒരു ഇവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻവറിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, അതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ അൻവർ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെ കടുത്ത വെട്ടി തുറന്നുള്ള പ്രതികരണങ്ങൾ നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപടിയെടുക്കാനുള്ള സമയമാണ്. അത് എടുക്കുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പിലാകാം അൻവർ ഒരുപക്ഷെ. രഞ്ജിത്ത്, അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങളും നിർണായകമാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, പാർട്ടി സെക്രട്ടറിയെ കണ്ടു, ഇപ്പോഴും ആരോപണങ്ങൾ തൊട്ടും പുറകോട്ടില്ല എന്ന് പറയുന്നു. കാത്തിരുന്നു കാണാം. താൻ തുടക്കമിട്ടിരിക്കുന്നത് ഒരു വിപ്ലവത്തിനാണ് എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി ഉണ്ടാകും. സമ്മേളനങ്ങളിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ടെന്ന് CPM. ഭക്ഷണത്തിലും പ്രചാരണത്തിലും ആർഭാടം ഒഴിവാക്കണം. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ പൊതിച്ചോർ മതി, ആർച്ചും കട്ടൌട്ടും ഒഴിവാക്കണം. സമ്മേളനങ്ങളിൽ സമ്മാനങ്ങൾ ഒഴിവാക്കണമെന്നും പാർട്ടി രേഖ പറയുന്നു. ഈ VV അരുൺ ചേരുകയാണ്. ആരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുന്നത്? ആർഭാടപൂർവ്വം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഈ താഴെത്തട്ടുള്ള സമ്മേളനങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും കൊടിതോരണങ്ങൾ ഉണ്ടാകും, കട്ടൌട്ടുകൾ ഉണ്ടാകും, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നിടത്താണ് ഇതൊന്നും വേണ്ട എന്ന് പാർട്ടി നിർദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമിതിയാണ് ഇത്തരം നിർദ്ദേശം ഒരു രേഖയായി തന്നെ സർക്കുലറായി തന്നെ CPM സമ്മേളനം നടത്തിപ്പിനായി നൽകിയിരിക്കുന്നത്. വലിയ ആർഭാടങ്ങൾ സൂചിപ്പിച്ച പോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും അത് ലോക്കൽ സമ്മേളനങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ജില്ലാ സമ്മേളനത്തിന് പകിട്ട് കഴിഞ്ഞ സമ്മേളന കാലമൊക്കെ ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഏരിയ നടത്തുന്നത് പോലുള്ള പന്തലുകൾ ഇട്ടൊക്കെ കുറച്ചുകൂടി വിപുലമാകാറുണ്ട്. അങ്ങനെയുള്ള സമ്മേളന ആർഭാടം ഇത്തവണ വേണ്ടെന്നാണ് CPM നേതൃത്വം നിർദ്ദേശിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താണ് സമ്മേളനങ്ങൾ നടത്താറുള്ളത്. ആ ബാധ്യത കൂടി നാട്ടുകാരിലേക്ക് എത്തും. അതുകൊണ്ട് അത്തരം വലിയ ചെലവ് വേണ്ട. ഭക്ഷണപ്പൊതി പോലും, അതായത് റാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ഭക്ഷണം പോലും വീടുകളിൽ നിന്ന് പൊതിച്ചോറായി കൊണ്ടുവന്ന് നടത്താം. പൊതിച്ചോറും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ചെലവ് കുറഞ്ഞ ഭക്ഷണവും മതി. ബ്രാഞ്ചുകളിൽ നിന്ന് പിരിച്ച് വീടുകളിൽ നിന്ന് പാർട്ടി അനുഭാവികളുടെ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് പിരിച്ച് ഭക്ഷണം നൽകി അത്തരത്തിൽ സമ്മേളനം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ കമാനങ്ങൾ, കട്ടൌട്ടുകളൊക്കെ പലപ്പോഴും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും നമ്മൾ കാണാറുണ്ട്. വലിയ സ്റ്റേജ് ഇതിലിടങ്ങളിലൊക്കെ ഒരുക്കാറുണ്ട്. അതൊന്നും വേണ്ട എന്നാണ് CPM നിർദ്ദേശം നൽകുന്നത്. മേൽ സമ്മേളനങ്ങളിലേക്കാകുമ്പോൾ സ്വാഭാവികമായും അത്തരം ചെലവുകൾ ഉണ്ടാകും, ആർഭാടങ്ങൾ ഉണ്ടാകും. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഈ മെനുവിൽ പോലും പരിമിതമായ സാധനങ്ങൾ മതി. മത്സ്യവും മാംസവും എല്ലാം കൊടുക്കുന്ന ഒരു രീതി വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി എന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അത്തരത്തിൽ പരമാവധി ചെലവ് ചുരുക്കി ആർഭാടരഹിതമായി സമ്മേളനങ്ങൾ നടത്താനാണ് CPM ഈ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം CV അനുമോദും അൻവറിന്റെ ഇനിയുള്ള തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചു. തിരിച്ചുവരാം മറ്റു വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം.